ADM കെ നവീൻ ബാബുവിനെതിരായ പരാതിയിലുള്ളത് തന്റെ ഒപ്പ് തന്നെയെന്ന് കൈക്കൂലി ആരോപണം ഉന്നയിച്ച ടി.വി. പ്രശാന്തൻ. തനിക്ക് രണ്ടൊപ്പുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് ടി.വി. പ്രശാന്തൻ മൊഴി നൽകി. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം ടി.വി. പ്രശാന്തന്റെ മൊഴിയെടുത്തത്. എന്റെപ്പാണ് അത്, രണ്ടും എന്റെപ്പാണ്, രണ്ടും എന്റെപ്പാണ്. രണ്ടൊപ്പുണ്ട്. രണ്ടൊപ്പുണ്ടോ? ഇവിടെ പറയാനില്ല. മതി 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 വിട്ടോളൂ. ഇവിടെ വേറൊന്നും പറയാനില്ല. പറഞ്ഞല്ലോ, പരാതി ഞാൻ കൊടുത്താണെന്ന് പറഞ്ഞല്ലോ. അതെ 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 അതെ. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, ഈ വിഷയത്തിൽ വലിയ വിവാദം ഉയർന്നതാണ്. ഈ പരാതി യഥാർത്ഥത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ളതാണോ എന്നൊക്കെയുള്ളതിൽ പോലും അതിന്റെ ആധികാരികതയിൽ സംശയമുണ്ടായിരുന്നു. പ്രശാന്ത് എന്നുള്ളതും പ്രശാന്തൻ, അങ്ങനെ രണ്ട് പേരുകൾ, ഒപ്പിലെ വ്യത്യാസം, ഇതൊക്കെ വാർത്തയായതാണ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വിശദീകരണം എന്താണ്? അനുജ, ഈ കേസിൽ മൂന്നാമത്തെ തവണയാണ് ഈ വിവാദ പെട്രോൾ പമ്പിന് NOCക്കായി അപേക്ഷിച്ചിട്ടുള്ള ടി.വി. പ്രശാന്തൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ടി.വി. പ്രശാന്തൻ്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഇന്ന് കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് ഇത്തരത്തിൽ വീണ്ടും ടി.വി. പ്രശാന്തൻ്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഇതിന് ശേഷമായിരുന്നു ടി.വി. പ്രശാന്തൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. അതായത് മുഖ്യമന്ത്രിക്ക് നൽകിയ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് താൻ നൽകിയിട്ടുള്ള പരാതി, ആ പരാതി താൻ തന്നെ നൽകിയതാണ്, അതിലെ ഒപ്പ് തൻ്റേതാണ്, തനിക്ക് രണ്ട് ഒപ്പുണ്ട് എന്നതാണ് ടി.വി. പ്രശാന്തൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. തൻ്റെ ഒപ്പ് മാധ്യമങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ആ പരാതി വ്യാജമല്ല, ആ ഒപ്പും തൻ്റേതാണ്, തനിക്ക് രണ്ടൊപ്പുണ്ട് എന്നതാണ് ടി.വി. പ്രശാന്തൻ ഈ ഘട്ടത്തിൽ പ്രതികരണമായി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ നേരത്തെ തന്നെ ഈ അന്വേഷണത്തിൽ മെല്ലെപ്പോക്കുണ്ട്, വീഴ്ച സംഭവിക്കുന്നുവെന്ന വിമർശനം ഉയർന്നിരുന്നു. ഈ ഗൂഢാലോചന, ബിനാമി ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അത് അന്വേഷണ പരിധിയിൽ വരുന്നില്ല എന്ന വിമർശനം നവീൻ ബാബുവിൻ്റെ കുടുംബം ഉൾപ്പെടെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടെയാണ് ടി.വി. പ്രശാന്തൻ്റെ മൊഴി നിലവിൽ ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഈ നേരത്തെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായി ഈ ബിനാമി ഇടപാടിലേക്ക് ഉൾപ്പെടെ ഇനി അന്വേഷണം പോകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണോ ടി.വി. പ്രശാന്തൻ്റെ മൊഴി രേഖപ്പെടുത്തിയത് എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. എന്തായാലും എന്താണ് ടി.വി. പ്രശാന്തൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ള മൊഴി എന്നതിനെ സംബന്ധിച്ച് അല്പസമയത്തിനകം ആ വിവരങ്ങൾ കൂടി ലഭിക്കും.